ബഹുമാനപ്പെട്ട സയ്യിദുനാ സുലത്ത് ബിനുൽ അശ്യം റളിയല്ലാഹു അൻഹു ആരാണ്? ബഹുമാനപ്പെട്ടവർ വിവാഹം കഴിച്ചതിന്റെ അന്ന് രാത്രിയിൽ സ്വാലിഹത്തായ പെണ്ണിനെയാണ് കല്യാണം കഴിച്ചത്. സുലത്ത് ബിൻ അശ്യം. നമ്മൾക്കിന്ന് മാനദണ്ഡം കെട്ടുന്ന പെണ്ണിന് ദീന് വേണോന്നല്ല, പെണ്ണിന് 4 ചില്ലറ വേണോന്നാണ്. ആ മാനദണ്ഡത്തിൽ നിന്ന് മാറിയിട്ട് നിനക്ക് സ്വാലിഹീങ്ങളായ മക്കള് വേണോ? സ്വാലിഹീങ്ങളായ മക്കളെ പ്രസവിക്കാൻ പറ്റുന്ന പെണ്ണിനെ കിട്ടണം. അതാണ് മഹാന്മാര് പറയുന്നത്. ആലൂസി ഗാലിയത്തുൽ മവാഇദിൽ പറയുന്നത് കാണാം. ഒരാൾ വന്നിട്ട് ഉസ്താദിനോട് കംപ്ലൈന്റ് ചെയ്തു, ഉസ്താദ് എന്റെ മോൻ തീരെ അനുസരിക്കുന്നില്ല, എന്ത് ചെയ്യാനാണ്? ഉസ്താദ് മോനെ വിളിച്ചു, മോനെ വാപ്പാനെ അനുസരിക്കാതെ ഇങ്ങനെ പോയാ എങ്ങനെ? നാളെ നരകം കിട്ടൂലേ മോനെ, സ്വർഗം നഷ്ടാവൂലേ മോനെ, അദാബ് കിട്ടൂലേ മോനെ എന്നൊക്കെ പറഞ്ഞപ്പോ പറഞ്ഞു, എന്റെ വാപ്പാനെ അനുസരിക്കണമെങ്കിൽ വാപ്പ എനിക്ക് 4 കാര്യം ചെയ്തു തരണം. 4 കാര്യം ചെയ്തു തന്ന വാപ്പാനെ ഞാൻ അനുസരിക്കേണ്ടതുള്ളൂ. ഒന്നാമത്തെ കാര്യം, ഞാൻ സ്വാലിഹാകണമെങ്കിൽ സ്വാലിഹായ കുട്ടിയെ പ്രസവിക്കാൻ പറ്റുന്ന നല്ലൊരു ഉമ്മ എനിക്ക് തരണം. എന്റെ വാപ്പ എനിക്ക് തന്ന ഉമ്മ മഹാപോക്കായൊരു ഉമ്മയാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ വാപ്പാനെ എങ്ങനെ അനുസരിക്കാനാ? എന്ന് പറഞ്ഞാൽ സൽസ്വഭാവിയും ദീനിന് പ്രാധാന്യം കൊടുക്കുന്ന പെണ്ണ്, ആ ഒരു പെണ്ണിന് മാത്രമേ മക്കളെ ദീനിന്റെ വഴിയിൽ പരിചരിച്ചു കൊണ്ടുപോകാൻ കഴിയൂ. വാപ്പ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ മഹാനായ പണ്ഡിതനോട് കംപ്ലൈന്റ് പറഞ്ഞു, ഞാൻ നന്നാവണമെങ്കിൽ എനിക്ക് നല്ലൊരു ഉമ്മയെ തരൽ എന്റെ വാപ്പയുടെ ബാധ്യതയായിരുന്നു. എനിക്ക് എന്റെ വാപ്പ തന്ന ഉമ്മ അഥവാ വാപ്പ പണ്ട് കെട്ടിയത് അള്ളാന്റെ ദീൻ അനുസരിക്കാത്തൊരു പെണ്ണിനെയാ. പിന്നെ എങ്ങനെ എന്നെ നന്നാക്കുക? പിന്നീട് വാപ്പ എനിക്ക് എന്നോട് ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം, നല്ലൊരു പേര് വെച്ച് തരണം. എനിക്ക് വാപ്പ വെച്ചെന്ന പേര് മഹാപോക്ക് പേരാ. ഇന്ന് ചില ആളുകളൊക്കെ മക്കൾക്ക് വെക്കുന്ന പേര് ദാനിയാണ്. അപ്പൊ അതുപോലെ മോശമായ പല പേരുകളും വെച്ചു തന്നാൽ മക്കൾ നന്നാവൂല. അതുകൊണ്ട് വാപ്പ എനിക്ക് നല്ല ഉമ്മാനെ തന്നില്ല, നല്ല പേരും തന്നില്ല. മൂന്നാമതായി വാപ്പ എന്നോട് ചെയ്യേണ്ട ഒരു ബാധ്യതയുണ്ടായിരുന്നു. എനിക്ക് ഖുർആൻ പഠിപ്പിച്ചു തരണമായിരുന്നു. പക്ഷേ വാപ്പ എന്നെ ഖുർആൻ പഠിപ്പിച്ചില്ല. നാലാമതായി വാപ്പ എനിക്ക് അദബ് പഠിപ്പിച്ചു തരണമായിരുന്നു, മര്യാദ പഠിപ്പിക്കണമായിരുന്നു. മോനെ, അത് പള്ളിയാണ്, ആദരവുള്ള സ്ഥലമാണ്, അവിടെ നീ നല്ല രൂപത്തിലേ കയറാൻ പാടുള്ളൂ. അത് മഹാന്മാരുടെ മഖ്ബറയാണ്, ബഹുമാനത്തോടെ പോകാൻ പാടുള്ളൂ. അതുപോലെ തന്നെ അത് ഉസ്താദാണ് മോനെ, ഇത് കിതാബാണ് മോനെ, ഇത് ഖുർആനാണ് മോനെ, ഇത് റമദാൻ മാസമാണ് മോനെ, തുടങ്ങിയുള്ള കാര്യങ്ങൾ അദബുകൾ പഠിപ്പിച്ചു തരേണ്ടിയിരുന്നു. പക്ഷേ എന്റെ വാപ്പ എനിക്ക് അദബ് പഠിപ്പിച്ചു തന്നില്ല. അപ്പൊ അദബും പഠിപ്പിച്ചില്ല, ഖുർആനും പഠിപ്പിച്ചു തന്നില്ല, നല്ല പേരും തന്നില്ല, നല്ല ഉമ്മാനെയും തന്നില്ല. അങ്ങനത്തെ ഒരു വാപ്പാനെ ഞാൻ ബഹുമാനിക്കണോ എന്നാണ് ഉസ്താദ് അവറുകളോട് കുട്ടി ചോദിച്ചത്. വാപ്പമാരെ, നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചോ, നമ്മളൊക്കെ പ്രതിക്കൂട്ടിലാണോ അല്ലേ എന്ന്? കാരണം എന്താണ്? നമ്മളുടെ മക്കൾ സ്വാലിഹാകണമെങ്കിൽ നല്ല ദീനിയായ ചിട്ടയിൽ നമ്മുടെ വീട്ടിൽ സാഹചര്യമുണ്ടാകണം. ഇന്ന് അല്ലാഹു തആല എങ്ങനെയാണ് മക്കളെ നന്നാക്കുക? കാരണം എന്തേ? വിവാഹത്തിന്റെ അന്ന് തന്നെ തോന്നിവാസങ്ങളുടെ കോലാഹലമാണ്. എവിടൊക്കെയാണ് കോലാഹലം വരുന്നത്? ഒന്നാമത് തന്നെ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണഗതിയിൽ പുതിയ പെണ്ണുങ്ങൾ, എത്ര പുതിയ പെണ്ണുങ്ങൾ ളുഹർ നിസ്കരിക്കുന്നുണ്ടാകും, എത്ര പുതിയ പെണ്ണുങ്ങൾ അസ്ർ നിസ്കരിക്കുന്നുണ്ടാകും. വല്ല പുതിയാപ്പളയും പള്ളി വെച്ച് നിക്കാഹാണെങ്കിൽ ചിലപ്പോ ഒന്ന് കമന്ന് വീണൊന്ന് വന്നേക്കാം. അതും 11:30 നിക്കാഹ് കഴിഞ്ഞാൽ അവനും നിസ്കാരമില്ലാതായി പോയി. അല്ല, അല്ലാഹു തആല ആ ദിവസത്തിൽ ബറക്കത്ത് ചെയ്യുമോ? റബ്ബിന്റെ അനുഗ്രഹം വേണമെങ്കിൽ റബ്ബിന്റെ മര്യാദ പാലിക്കണം, എന്നാലേ കിട്ടൂ. അതുപോലെ ഔറത്ത് മറക്കാതല്ലേ പുതിയ പെണ്ണിനെ പഞ്ചായത്തിന്റെ മുമ്പിൽ പ്രദർശനത്തിന് വെക്കുന്നത്. പുതിയ പെണ്ണിനെ കൊണ്ടിരുത്തിയിരിക്കുന്നു, എല്ലാരും കണ്ടോളി എന്ന് പറഞ്ഞുകൊണ്ട് അർദ്ധനഗ്നയായി നമ്മുടെ മക്കളെ ഇരുത്തിയില്ലേ? വാപ്പാ കഷ്ടപ്പെട്ട് കടം മേടിച്ച് ലോൺ എടുത്തൊക്കെയാ മോളെ കെട്ടിച്ചത്. പക്ഷേ പടച്ചവന്റെ കോടതിയിൽ ചെല്ലുമ്പോ ശിക്ഷ കിട്ടും കേട്ടോ. നിന്റെ മോള് നിന്റെ കയ്യിലുള്ള അമാനത്താണ്. അവളെ ഔറത്ത് മറച്ച നിലക്ക് നിക്കാഹ് കഴിച്ചു വിടേണ്ടത് നിന്റെ ബാധ്യതയാണ്.
അത് മൊയ്ലിയാരെ ഞാൻ വലിയ കമ്മിറ്റിയുടെ നേതാവാ, ഒരു രക്ഷയുമില്ല കാക്കാ. റബ്ബിന്റെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുമ്പോ നിനക്ക് അമാനത്തായി അല്ലാഹ് നൽകിയ മോളെ ഔറത്ത് മറയ്ക്കാതെ ഓഡിറ്റോറിയത്തിൽ കൊണ്ട് അന്യാണിനും പെണ്ണിനും കാണാനെല്ലാം വെച്ചു കൊടുത്തിട്ട് നീ നിക്കാഹ് നടത്തിയാൽ വാപ്പാ രക്ഷയില്ല. ഇന്നോ ആണും പെണ്ണും കൂടി ഇടി ബഹളമുണ്ടാക്കുന്ന തലമാണ്. ചില തലക്കൊക്കെ നിക്കാഹ് കഴിഞ്ഞാൽ പെണ്ണുങ്ങളും കൂടെ സ്റ്റേജിൽ ചാടിക്കേറുന്ന കാലമാണ്. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്ക് ഇന്ന് നമ്മുടെയൊക്കെ മക്കളുടെ നിക്കാഹിന്റെ അവസരങ്ങളിൽ ഇറങ്ങുമോ? ഓഡിറ്റോറിയത്തിൽ വെച്ച് നിക്കാഹാണെങ്കിലോ എന്നൊക്കെ മുസ്ലിയാര് ചൊല്ലിക്കൊടുക്കും. അപ്പോൾ ക്യാമറയിൽ പകർത്തും. സദസ്സിലിരിക്കുന്നത് മുഴുവനും സ്ത്രീകളാണ്. നേരെ അങ്ങോട്ട് ക്യാമറ തിരിക്കും. മുസ്ലിയാരുടെ മുഖം കഴിഞ്ഞാൽ പിന്നെ സ്ത്രീകളുടെ അന്താരാഷ്ട്രമാണ് ക്യാമറയിൽ തെളിയുന്നത്. ബറക്കത്തുള്ള മജ്ലിസാണോ ഇത്? ലോകത്തിന്റെ നേതാവ് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണോ? ബറക്കത്തുണ്ടാകുമോ? അപ്പോൾ നമ്മുടെ വീട്ടിൽ നല്ല സാഹചര്യമാണ് വേണ്ടത്. ഈ വിഷയം ഞാൻ നീട്ടി പറയുന്നില്ല. ഇത് സ്വതന്ത്രമായി ഞാൻ സംസാരിച്ച സീഡികളിലുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. സുലത്ത് ബിൻ അശിയം റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചത് സ്വാലിഹത്തായ ഒരു പെണ്ണിനെയാണ്. രണ്ടാളും കൂടി മണവറയിൽ കിടന്നപ്പോൾ നമുക്ക് എന്തായാലും ഒരു സിനിമ ഇട്ട് രസിക്കാമെന്നല്ല, നല്ലൊരു ഫിലിം ഇട്ട് കാണാമെന്നല്ല. സുലത്ത് ബിൻ അശിയം എന്നവർ ടോയ്ലറ്റിലേക്ക് പോവുകയാണ്. വെള്ളം ചൂടാക്കാനുള്ള ഹമ്മാം, വെള്ളം ചൂടാക്കാനുള്ള അടുപ്പുള്ളതാണ്. ഇന്നുമൊക്കെ ഇങ്ങ് കർണാടകയുടെ ഭാഗത്തേക്കും വയനാട്ടിലൊക്കെ പോയാൽ അതുകൊണ്ട് ടോയ്ലറ്റിൽ അല്ലെങ്കിൽ കുളിപ്പുരയിൽ തന്നെ അടുപ്പോ അല്ലെങ്കിൽ പുറത്ത് നിന്ന് കൊള്ളിവെക്കാൻ പറ്റുന്ന വെള്ളം ചൂടാക്കാനുള്ള സംവിധാനമോ ഉണ്ടാകും. അതിനാണ് ഹമ്മാം എന്ന് പറയുക. അതിലേക്ക് ഞാൻ കടന്നപ്പോൾ ഞാൻ നരകത്തെ ഓർത്തു. പിന്നെ ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഇരിക്കുന്ന റൂമിലേക്ക് വന്നു. ഞാൻ സ്വർഗത്തെ ഓർത്തു. നോക്കിയപ്പോൾ ഞാൻ കെട്ടിയ പെണ്ണ് സ്വാലിഹത്താണ്. അവളും അതുപോലെ തന്നെ ചിന്തിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ആദ്യ രാത്രിയിൽ ചെയ്തതെന്താണ്? ഞങ്ങൾ രണ്ടുപേരെയും രണ്ടുപേരും രാത്രി നിന്ന് നിസ്കരിക്കുകയാണ്. കാരണം ഖബറിലെ ഒന്നാമത്തെ രാത്രിയെ ഓർക്കാനാണ് ദുനിയാവിൽ നിന്റെ ഒന്നാമത്തെ രാത്രി നൽകുന്നത്. നമുക്കൊരു പ്രഥമ രാത്രി വരാനുണ്ട്. ദുനിയാവിലെ വിവാഹത്തിന്റെ അന്നത്തെ രാത്രിയല്ല മോനെ ഞാൻ പറയുന്നത്. നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് പോകാനുള്ള ഖബറിലെ ഒന്നാമത്തെ രാത്രിയാണ്. അവിടെ വേറെ ആരും കൂട്ടിനില്ല. കൂട്ടുകാരി വീട്ടിൽ ഇരുന്ന് ചിലപ്പോൾ ഇന്നലെ ഉറക്കൊഴിഞ്ഞ ക്ഷീണത്തിൽ ഉറങ്ങുകയാണ്. അല്ലെങ്കിൽ അവര് കരഞ്ഞതൊക്കെ അവസാനിപ്പിച്ച് പുതിയ ജീവിതത്തെ സ്വപ്നം കാണുകയാണ്. എന്നാൽ നിന്റെ ഖബറിലേക്ക് വരാൻ ആരുമില്ല. നീ സ്വാലിഹായ മനുഷ്യനാണെങ്കിൽ നിന്റെ ഖബറിലേക്ക് സ്വർഗീയ കവാടങ്ങൾ തുറക്കപ്പെടും. നീ തോന്നിവാസിയാണെങ്കിൽ നരകത്തിന്റെ ദൃശ്യമാണ് നിന്റെ മുമ്പിൽ വരിക.